ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ന്യൂമറോളജിയാണ്. നിങ്ങളുടെ സക്സസ് ഡയറക്ഷൻ, അതായത് നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരുന്നത് ഏത് ഡയറക്ഷനിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് കെ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. കെ നമ്പർ, ഓക്കെ. ഇതിന് കെ നമ്പർ എന്നും കുവ നമ്പർ എന്നും ഫെങ്ഷൂയി നമ്പർ എന്നും ഒക്കെ പറയും. അപ്പോൾ നമ്മൾ ഈ നമ്പറാണ് ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. ഇതിനെ നമുക്ക് ഈ നമ്പർ കണ്ടെത്തുന്നതിലൂടെ നിങ്ങളുടെ സക്സസ് ഡയറക്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നിങ്ങൾ ജനിച്ച വർഷം, ഇയർ ആണോ ആ ഇയർ മാത്രം മതി. നിങ്ങളുടെ ജെൻഡർ ഏതാണെന്നും വേണം. നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ, ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളെ മെയിലായിട്ടാണോ ഫീമെയിലായിട്ടാണോ കരുതുന്നത്, അങ്ങനെ എടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒരു വർഷം എടുക്കാം. 1998. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ നിങ്ങളുടെ ഇയർ മാത്രം എടുക്കുക. ജസ്റ്റ് ഈ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യുക. 1 + 9 + 9 + 8. 9 + 1 10, 10 + 9 19, 19 + 8 27. നമ്മൾ 27 എങ്ങനെ എടുക്കും? 2 + 7 9 എന്നെടുക്കും. സിംഗിൾ ഡിജിറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജെൻഡർ വേണമെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ മെയിലാണെങ്കിൽ ഒരു കാൽക്കുലേഷനും ഫീമെയിൽസിന് വേറൊരു കാൽക്കുലേഷനും ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയിലാണെങ്കിൽ ഈ കിട്ടുന്ന നമ്പറിൽ നിന്ന് 11 മൈനസ് ചെയ്യണം, അല്ല ആ നമ്പറിൽ നിന്ന്, അല്ലെങ്കിൽ 11 നിന്ന് ഈ നമ്പർ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കെ നമ്പർ. ഓക്കെ, ഫീമെയിൽ ആണെങ്കിൽ ഈ കിട്ടുന്ന നമ്പറിൻ്റെ കൂടെ 4 ആഡ് ചെയ്യുക. 9 + 4 13. ഇപ്പോൾ 3 + 1 നമ്മൾ 1 + 3 എന്തെടുക്കും? 4 എന്നെടുക്കും. ഓക്കെ അല്ലേ? ഇതാണ് കെ നമ്പർ. ഇങ്ങനെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 5 എന്നൊരു നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ഈ കാൽക്കുലേഷന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, 5 ആണ് കിട്ടുന്നതെങ്കിൽ, ഇവിടെ 2ഉം 4ഉം കിട്ടിയെടുത്ത് നമുക്ക് 5 ആണ് കിട്ടുന്നതെങ്കിൽ മെയിൽസിന് ഈ 5നെ 2 ആയിട്ട് എടുക്കണം. ഫീമെയിൽ ആണെങ്കിൽ ഈ 5നെ 8 ആയിട്ട് എടുക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് 5 അല്ല കിട്ടിയത്, 2ഉം 4ഉം ആണ്. 5 ആണ് സപ്പോസ് വരുന്നതെങ്കിൽ 5 എന്ന് പറഞ്ഞൊരു കെ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. 1 to 9 വരെയുള്ള നമ്പേഴ്സ് എല്ലാം എടുക്കും എക്സെപ്റ്റ് 5. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, കണ്ടെത്തി. അപ്പോൾ ഇനി നമ്മുടെ സക്സസ് ഡയറക്ഷൻ നോക്കണ്ടേ. സക്സസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ നമ്പർ 1 ആണെങ്കിൽ സൗത്ത് ഈസ്റ്റ് നിങ്ങളുടെ സക്സസ് ഡയറക്ഷനാണ്. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, തെക്ക് കിഴക്ക് അല്ലേ. 2 ആണെങ്കിൽ നോർത്ത് ഈസ്റ്റ്. 3 ആണെങ്കിൽ സൗത്ത്. 4ന് നോർത്ത്. 5 ഇല്ല. 6 ആണെങ്കിൽ വെസ്റ്റ്. 7 ആണെങ്കിൽ ഈസ്റ്റ്. 8 ആണെങ്കിൽ സൗത്ത്. 9 ആണെങ്കിൽ നോർത്ത്. 10 ആണെങ്കിൽ സൗത്ത്. 11 ആണെങ്കിൽ നോർത്ത്. 12 ആണെങ്കിൽ സൗത്ത്. 13 ആണെങ്കിൽ നോർത്ത്. 14 ആണെങ്കിൽ സൗത്ത്. 15 ആണെങ്കിൽ നോർത്ത്. 16 ആണെങ്കിൽ സൗത്ത്. 17 ആണെങ്കിൽ നോർത്ത്. 18 ആണെങ്കിൽ സൗത്ത്. 19 ആണെങ്കിൽ നോർത്ത്. 20 ആണെങ്കിൽ സൗത്ത്. 21 ആണെങ്കിൽ നോർത്ത്. 22 ആണെങ്കിൽ സൗത്ത്. 23 ആണെങ്കിൽ നോർത്ത്. 24 ആണെങ്കിൽ സൗത്ത്. 25 ആണെങ്കിൽ നോർത്ത്. 26 ആണെങ്കിൽ സൗത്ത്. 27 ആണെങ്കിൽ നോർത്ത്. 28 ആണെങ്കിൽ സൗത്ത്. 29 ആണെങ്കിൽ നോർത്ത്. 30 ആണെങ്കിൽ സൗത്ത്. 31 ആണെങ്കിൽ നോർത്ത്. 32 ആണെങ്കിൽ സൗത്ത്. 33 ആണെങ്കിൽ നോർത്ത്. 34 ആണെങ്കിൽ സൗത്ത്. 35 ആണെങ്കിൽ നോർത്ത്. 36 ആണെങ്കിൽ സൗത്ത്. 37 ആണെങ്കിൽ നോർത്ത്. 38 ആണെങ്കിൽ സൗത്ത്. 39 ആണെങ്കിൽ നോർത്ത്. 40 ആണെങ്കിൽ സൗത്ത്. 41 ആണെങ്കിൽ നോർത്ത്. 42 ആണെങ്കിൽ സൗത്ത്. 43 ആണെങ്കിൽ നോർത്ത്. 44 ആണെങ്കിൽ സൗത്ത്. 45 ആണെങ്കിൽ നോർത്ത്. 46 ആണെങ്കിൽ സൗത്ത്. 47 ആണെങ്കിൽ നോർത്ത്. 48 ആണെങ്കിൽ സൗത്ത്. 49
7 ആണെങ്കിൽ നോർത്ത് വെസ്റ്റ്. ഓക്കെ. 8 ആണെങ്കിൽ സൗത്ത് വെസ്റ്റും 9 ഈസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻസ് എല്ലാം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ സക്സസ് ഡയറക്ഷൻ ഇതാണ്. ഇപ്പോൾ കെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡേറ്റൊന്നും വേണ്ട, മാസവും വേണ്ട, നിങ്ങളുടെ ഇയർ മാത്രം മതി. ജസ്റ്റ് അത് ആഡ് ചെയ്തെടുക്കുക, സിംഗിൾ നമ്പർ ആക്കുക. മെയിൽസിന് 11 മൈനസ് ചെയ്യുക, ഫീമെയിൽസിന് 4 പ്ലസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ കിട്ടുന്നതാണ് കെ നമ്പർ. അത് 5 ആണ് കിട്ടുന്നതെങ്കിൽ മെയിൽസിനത് 2 ആയിട്ടും ഫീമെയിൽസിനത് 8 ആയിട്ടും എടുക്കുക. ദെൻ ഇതൊക്കെയാണ് സക്സസ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സക്സസ് ഡയറക്ഷൻ കൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സക്സസ്സിലേക്ക് ഒരുപാട് അല്ലാതെ ഈ ഡയറക്ഷനിലേക്ക് നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുമോ, അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് നിങ്ങളുടെ മണി ഫ്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലായിരിക്കും. നിങ്ങൾ ഇനി അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ പ്ലാന്റ്സ് നടാം. നിങ്ങളുടെ വീട്ടിൽ ഈ ഡയറക്ഷനിൽ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കെ നമ്പർ എന്താണ് അതനുസരിച്ച് നിങ്ങളവിടെ പ്ലാന്റ്സ് വളർത്താം. ഇനി അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്തിരുന്ന നിങ്ങളുടെ ജോലികൾ ചെയ്യാം. ഓക്കെ, വീട്ടിലാണെങ്കിൽ കൂടി ഈ ഒരു ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോബൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ പിന്നെ നമുക്ക് എല്ലാം ഈ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ, ഈ ഫെങ്ഷുയി നോക്കുന്നവരൊക്കെ വിൻഡ് ചൈംസും അതുപോലെ ക്രിസ്റ്റൽ ബോൾസും അക്വേറിയവും വാട്ടർ ഫൗണ്ടേഷനും ഒക്കെ വീട്ടിനകത്തൊക്കെ വെക്കുന്നവരുണ്ട്. അതൊക്കെ ഈ ഡയറക്ഷൻ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് കെ നമ്പറിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.